എല്ലോടോ ഏറിയല്ലോടോ മീൻ കൊത്തൂല. അല്ലെങ്കിൽ നിങ്ങൾ മീൻ കൊട്ടാണല്ലോ കൊണ്ടല്ലേ. നിങ്ങൾ വെറുതെ രാവിലെ വേദന വന്ന് കുത്തിരിക്കാല്ലാണ്ട് അതാണ് ഭാഗവട്ടങ്ങൾ എങ്ങനെ ഇവിടുത്തെ പോലെ നട്ടു വിളിച്ചു വരുന്നത് വേർത്തില്ലല്ലോ. നല്ല ചെങ്ങളല്ലേ അംഗനവാടി കുട്ടികളൊപ്പം അവിടെ കണ്ടത് കളിക്കാണ്ടിരിക്കുന്നത്. നാണ്ട ചെങ്ങായി പോത്ത് പോലെ ആയിട്ട് മക്കളൊപ്പം കളിക്കാൻ. അംഗനവാടി കുട്ടികളെ കൂടെ ഒന്ന് കളിച്ചു നോക്കും. മക്കള് പൊട്ടിക്കും. നാളല്ലേ അവിടെ കളിക്കേ. അല്ല എനിക്ക് പണിയല്ലേ ഇവിടെ മുത്തിരിക്കുക. പാവട്ടാ, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഇറ്റികൾ പണിക്ക് പോയിക്കോളൂ. നിങ്ങൾ തന്നെ വിടക്കാക്ക അവരെ. എന്താണ് വയസ്സായില്ല മനുഷ്യ, എന്താണ് ചെയ്യ. പരിപാടി നമുക്ക് എന്താണല്ലോ എടുത്ത് എന്താ കാമ്പറത്തിറങ്ങി അടുത്ത കൊല്ലാവണം അല്ലേ? കാമ്പറത്തിറക്കി എന്നെ വിളിച്ചില്ലല്ലോ. ഓൺ ഓഫ് ആയിനോ? പോണ ഞാനും ഓഫ് ചെയ്തു. എല്ലാരും ഉണ്ടല്ലോ. ഉരുളോട് കല്ലടിച്ചേ കുളം തൂർക്കോ എല്ലാരും കൂടെ. അങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരീന്ന്. ഇങ്ങനെ കുത്തിരിനോളി ഒരു പരിപാടി ഇല്ലാണ്ട്. മൂപ്പര് പിന്നെ സ്ഥിരമായിട്ട് അമ്പലത്തിലാ അല്ലേ? അങ്ങക്ക് എവിടെ കുത്തിരി അവിടെ നവീകരണ കലശം തുടങ്ങുക. എവിടെ? അതെന്താണ് അയ്യപ്പൻകാവില് അറിഞ്ഞില്ലേ? അതിന്റെ ബ്രോഷറൊക്കെ കണ്ടിക്കുന്നല്ലോ. അവിടെ ഗംഭീര പരിപാടി കേട്ടോ. അവിടെ ബോർഡും ഒക്കെ കണ്ടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അവളെ ഭാര്യ ഇതിലേക്ക് മറിഞ്ഞിട്ട് വീണോണ്ടാ. അല്ല അവിടെ എന്നാ പരിപാടി എന്നാ? അവിടുത്തെ പരിപാടി ഒന്നും അറിയില്ലേ? ബ്രോഷറും കാര്യങ്ങളൊക്കെ നാട്ടിൽ എല്ലാരും അറിഞ്ഞല്ലോ. കമാനം വെക്കലും അതൊക്കെ ഒന്നും അറിഞ്ഞില്ലേ? മാർച്ച് 20 മുതൽക്ക് 25 വരെ നവീകരണ കലശ. ഇതൊന്നും അറിയില്ലേ? ഏപ്രിൽ 4 അവിടെ 12,000 തേങ്ങേറാ 2 ദേവന്മാർക്കും. അവിടാ മക്കളെയും കൂട്ടി ഇങ്ങോട്ട് പോരി. ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാതെ. അപ്പോളേ മാർച്ച് 20 മുതൽക്ക് 25 വരെ നവീകരണ കലശാണ്. പിന്നെ എല്ലാ ദിവസവും പ്രസാദം ഇട്ട് ഗംഭീര പരിപാടി. അതുണ്ട് കേട്ടോ പരിപാടി. ആകെ പ്രതിഷ്ഠ മാർച്ച് 20 വൈകുന്നേരം സർപ്പബലി. പിന്നെ ഏപ്രിൽ 4 ക്ഷേത്രോത്സവമാണ്. 2 ദേവന്മാർക്ക് 12,000 തേങ്ങയാണ്. ഗംഭീരാക്കാൻ പോയി എല്ലാരും വരി. ഭക്തജനങ്ങളെ, ചിരപുരാതനമായ മൊഗോശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ നവീകരണ കലശവും നാഗപ്രതിഷ്ഠയും മാർച്ച് 20 മുതൽ 25 വരെ നടക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 4 ക്ഷേത്രോത്സവം കൂടി നടക്കാൻ പോവുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും മൊഗോശ്രീ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.